മുണ്ടക്കയിൽ സംസ്ഥാന സർക്കാർ നൽകിയ തുകയിൽ വ്യക്തത വരുത്തി കേന്ദ്രം. മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 153.46 കോടി രൂപ അനുവദിച്ചു. ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് ഈ വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ആകെ 291 കോടി രൂപ നൽകിയെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. വിവരങ്ങൾ നൽകാൻ അഹമ്മദ് മുജിതബ ചേരുന്നുണ്ട്. മുജിതബ, കോടതി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? രേഷ്മ, ഇപ്പോൾ പറഞ്ഞത് ഇന്നലെ കേന്ദ്രം ഹൈക്കോടതിയിൽ നൽകിയ ഒരു സത്യവാങ്മൂലത്തിന്റെ വിശദാംശങ്ങളാണ്. അത് പ്രധാനമായും ഈ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ ഈ ഏപ്രിൽ മാസം 1-ന് ബാക്കിയുള്ളത് ഇത്ര കോടി രൂപ, 394.99 കോടി രൂപ, 99 കോടി രൂപ. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ വാർഷിക വിഹിതം 96.80 കോടി രൂപ. ഈ വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം 291 കോടി രൂപ. പിന്നെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകമായി ഒരു 153.46 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നുൾപ്പെടെയുള്ള കണക്കുകൾ നൽകിയിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ കോടതി പ്രധാനമായും പറഞ്ഞത് ഈ വിഷയത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വളരെ കൃത്യമായി തന്നെ ചില കണക്കുകൾ നൽകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ദുരന്തം ഉണ്ടായ സമയത്ത് എത്ര രൂപ കയ്യിലുണ്ടായിരുന്നു, അതിനുശേഷം പിന്നീട് എത്ര ചെലവഴിക്കാൻ കഴിയും, ഒപ്പം തന്നെ ഇനി എത്ര കുറവുണ്ട് എന്നതുൾപ്പെടെയുള്ള ഒരു കൃത്യമായ കണക്ക് നൽകണമെന്ന് പറഞ്ഞിരുന്നു. പലതവണ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അക്കൗണ്ട് ഓഫീസറോട് നേരിട്ട് ഹാജരാകാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നും കോടതി സമാനമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. 677 കോടി രൂപ അക്കൗണ്ടിൽ ഉണ്ടെന്ന് SDRF പറയുന്നു. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് എത്ര തുക ചെലവഴിക്കാൻ കഴിയും എന്ന് SDRFനോട് കോടതി ചോദിച്ചു. പക്ഷേ കൃത്യമായ അതായത് കേന്ദ്രം തടഞ്ഞു വെച്ചതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതോ സംബന്ധിച്ച ഒരു തുകയുടെ കണക്ക്, ഒരു വ്യക്തത കാര്യത്തിൽ SDRFന് നൽകാനായില്ല. അപ്പോഴാണ് കോടതി പറയുന്നത് ഒരു ഏകദേശ കണക്ക് പോലും നൽകാനാകുന്നെങ്കിൽ പണം ലഭിക്കുന്നില്ല എന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനാകില്ല. ഇതിനൊരു കയ്യും കണക്കുമില്ലേ? പ്രത്യേകിച്ച് ഓഡിറ്റ് നടപടികൾ ഉൾപ്പെടെ നടക്കാറുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നു. മാത്രമല്ല യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്, ചെലവഴിച്ച തുകയും അതുമായി ബന്ധപ്പെട്ട ഓപ്പണിംഗ് ബാലൻസും ഉൾപ്പെടുന്ന യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഏറ്റവും അവസാനം ലഭിച്ചത് ഏത് വർഷമാണ്? അപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നു 2023-24 വർഷത്തെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരു ഏകദേശം കണക്ക് ഇപ്പോൾ കോടതിയിൽ പറയാൻ കഴിയില്ല എന്നും കോടതി ചോദിക്കുന്നത്. കൃത്യമായ അതൃപ്തി ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. കാര്യം വലിയ വിഭാഗം ജനങ്ങളെ ബാധിച്ച ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പണമില്ല എന്നിങ്ങനെ പഴിചാരൽ നടത്തുന്നതിന് പകരം, യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചിടുന്നതിന് പകരം ഒരു 4 മാസം കഴിയുന്നു ഈ ദുരന്തമുണ്ടായിട്ട്. ഇപ്പോഴും ഇങ്ങനെ പഴിചാരലുകൾ നടത്തുന്നതിന് പകരം കൃത്യമായി ഫിനാൻസ് ഓഫീസറോടും ഓഡിറ്റ് ഓഫീസറോടും കൃത്യമായി കണക്കുകൾ ചോദിച്ച് അതിൽ ഇന്ന കണക്കുകൾ വ്യക്തമായി തന്നെ കോടതിക്ക് മുമ്പിൽ നൽകണം. എല്ലാ ദിവസവും പത്രം വായിക്കുമ്പോഴും ഇത്തരം ചർച്ചകളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 677-ലെ ചെലവഴിക്കാൻ കഴിയുന്ന തുക സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരങ്ങൾ നൽകണം. സംസ്ഥാന സർക്കാർ ഒരു സാവകാശം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത വ്യാഴാഴ്ച വീണ്ടും ഇത് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു തരത്തിൽ ഈ കണക്ക് സംബന്ധിച്ച അവ്യക്തത ഉണ്ടാകരുതെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കോടതി നൽകിയിട്ടുണ്ട്. എന്തായാലും അതിനുശേഷമായിരിക്കും കേന്ദ്രത്തോട് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ കൂടി കോടതി തയ്യാറാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. രേഷ്മ. ശരി മുജിതബ.